ഞാൻ കടയിലാണ് ഇവിടെ കൊണ്ട് ഞങ്ങൾ ഓണാക്കുവാണ് ഗൈസ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങൾ ഗ്രൂം ടു ബി കൊടുക്കാൻ തീരുമാനിച്ചു. പറഞ്ഞുറപ്പിച്ച പോലെ ഒരു ഓഫ് വൈറ്റ് തീമിൽ എല്ലാവരും ഹാജരായിട്ടുണ്ട്. കേക്ക് ഇസ് റെഡി ഗൈസ്. ഇതിന്റെ എല്ലാം മാസ്റ്റർ പ്ലേ ആണ് ആ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല, ആളെ ഭയങ്കര സിമ്പിളാ. ഇതാണ് ചെക്കൻ്റെ ഉമ്മ. പക്ഷെ ഈ ചിരിയൊന്നും നോക്കണ്ട. ഒരാണിന്റെ തന്റെയാണോ അവക്ക്? ഏതാ മുത്തുമ്മയുടെ പവർ നോക്കിയേ. അതിനുള്ളിൽ കൂടെ നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു മെയിൻ ആവല് അത് പിന്നെ നിർബന്ധം. കേക്കിന്റെ ഡിസൈൻ ഒക്കെ എന്റെ കണ്ടെടുത്തു വേണ്ട, അതും അടിപൊളിയായിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ചുള്ളന്റെ കാർ വന്നിരിക്കുന്നു. കാറിന് സ്ലോ മോഷൻ ഇറങ്ങുന്നു. ഞങ്ങൾ കണ്ട് സർപ്രൈസ് ആകുന്നു. അതാണ് ഫസ്റ്റ് ഷോട്ട്. അത് വെറുതെ അഭിനയിച്ച് തീ പറയേക്ക്. ഇനി ഒരു പാടും ഡാൻസ് ഒക്കെ ഇട്ട് ആളങ്ങ് സ്റ്റേജിലോട്ട് കയറ്റാം. ഡെക്കറേഷനൊക്കെ ഡ്രസ്സൊക്കെ ഏതാ മാച്ച്. ഒരമ്മ പെറ്റ മക്കളാന്നേ പറയും. ഇനി നമുക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കാം. കഴിഞ്ഞിട്ടാണ് ഇനി മെയിൻ പരിപാടി. ഇങ്ങനെയൊന്നും അല്ലടാ ഈശ്വരോ, ഇതെന്തൊരു പാട്. എല്ലാ ഗ്രൂം ട്യൂബിൽ കാണുന്ന മെയിൻ കൺഫ്യൂഷൻ ഈ പൊരിഞ്ഞ വെളുത്തിന്റെ റിസ്കി ഷോട്ടുകളാണ് ഞാൻ എടുത്തുകൂട്ടുന്നത്. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. ആദ്യത്തെ പീസ് ഇത്താത്താക്ക്, അത് കഴിഞ്ഞ് നമ്മൾ അളിയെ, പിന്നെ അളിയെ തിരിച്ചു വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഓടി നടന്നു കൊടുക്കാം. പക്ഷെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഇതൊന്നുമല്ല. ദേ ഇതുപോലെ കിട്ടുന്ന വലിയ പീസിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഉള്ളിൽ കൂടെ കപ്പിൾസിന്റെ സ്നേഹപ്രകടനം. ഇക്കാലം സിംഗിളും പിന്നെ കുറച്ച് റീലും ഫോട്ടോസും എടുത്തപ്പോഴും നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ കുഴപ്പുള്ളിലുള്ള ആംഗ്രേജ് ഈവൻ ഹബിലാണ് നമ്മൾ ഈ അടിപൊളി പരിപാടി വെച്ചത്. ഇവിടെ നമുക്ക് ഒരു 1000 പേർക്കുള്ള പരിപാടി എടുത്താൽ സിമ്പിൾ ആയിട്ട് നടത്താം. ബർത്ത്ഡേ ഫംഗ്ഷനോ ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ ഫാമിലി ഇവന്റ്സ് എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് നടത്താൻ പറ്റും. പിന്നെ ഈ പ്രോപ്പർട്ടി വാട്ടർ ഫ്രണ്ടേജും ആണ്. അതുപോലെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ബീച്ച് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്പർ ഞാൻ മേലെ കൊടുക്കും. തൊട്ടടുത്ത് ബീച്ചുകളുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിൽ പോയി. പിന്നെ ഫുൾ മുടിപ്പിക്കൽ. അത് തന്നെ നമ്മളൊരു ചായയിൽ അങ്ങോട്ട് തുടങ്ങി. പിന്നെ നമുക്ക് ഒരേ പഴംപൊരി വെച്ചിട്ട് കിട്ടി. പിന്നെ പഴംപൊരി പറ്റാത്തവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ബെസ്റ്റ് കോമ്പിനേഷൻ പഴംപൊരിയും ചമ്മന്തിയായിരുന്നു. ട്രൈ ചെയ്യാത്തതൊന്നും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ചെച്ചു ഉണ്ടായിട്ടില്ല. ഇതൊക്കെ മേടിച്ചതിനാണ് മൂത്താപ്പട മസാരും കാണാണ്ട് പോരുത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി അടുത്ത പരിപാടിയായിട്ട് വരാം.